എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു പെഡിക്യൂർ വീഡിയോ ആണ് കേട്ടോ. പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആർക്കെങ്കിലും കൂടെ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യണതാണ്. ഇത് ഞാൻ നേരത്തെ തൊട്ടേ ചെയ്യാറുള്ള ഒരു മെത്തേഡാണ്. അതായത് കുറെ നാളുകളായിട്ട് ഈ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ പെഡിക്യൂർ ചെയ്യാറുള്ളത് കേട്ടോ. കാലിൽ ടാൻ കംപ്ലീറ്റ്ലി പോകും, ഡെഡ് സ്കിൻസ് എല്ലാം റിമൂവ് ആവും. നമ്മുടെ ആ കാലിന്റെ ഷെയ്ഡ് 1-2 ഷെയ്ഡ് വരെ നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. കാല് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും, നഖങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഇതുപോലൊരു പാത്രം എടുക്കുക. നമ്മളുടെ കാല് മുക്കി വെക്കാൻ പറ്റുന്ന വലിപ്പമുള്ള ഒരു പാത്രം എടുക്കുക കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം. ചൂടുവെള്ളം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കാലിന് അത്യാവശ്യം സഹിക്കാൻ പറ്റുന്ന ചൂടുള്ള വെള്ളം എടുക്കുക കേട്ടോ. ഭയങ്കര പൊള്ളുന്ന മാതിരിയില്ല, എന്നാൽ ഭയങ്കര ഇളം ചൂടും ആവരുത്. നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, വെള്ളം പെട്ടെന്ന് തണുത്ത് പോകും ചൂടില്ലാത്ത വെള്ളമാണെങ്കിൽ. അപ്പോൾ ഒരു മീഡിയം ചൂടുള്ള വെള്ളം എടുക്കുക കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ ഒരു പാക്കറ്റ് ഷാമ്പൂ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ ഒരു പാക്കറ്റായിട്ടാണ് ഇങ്ങനെ ചെയ്യാറുള്ള സമയത്ത് എടുക്കാറുള്ളത്. കാരണം ആ ഒരു അളവ് നമുക്ക് കിട്ടുമല്ലോ. ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഷാമ്പൂ നമ്മളുടെ അളവ് അങ്ങനെ എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ ഷാമ്പൂ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ബേക്കിംഗ് സോഡയാണ് ഒരു 1/2 ടേബിൾ സ്പൂൺ, മാക്സിമം 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടേബിൾ സ്പൂൺ അത്രയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത്രയാണ് ഇപ്പോൾ എടുത്തേക്കണേ കേട്ടോ. അത് ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കാലിൽ ടാൻ നന്നായിട്ട് കളയാനും അതുപോലെ നമ്മുടെ എന്താ പറയുക തഴമ്പൊക്കെ ഉണ്ടാവില്ല, അത് നന്നായിട്ട് ലൂസനാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് പോവും, എന്തുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെ മിക്സ് ആക്കുമ്പോൾ ഇളക്കി ആ വെള്ളം തണുപ്പിച്ച് കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഒരു ചൂടുള്ള സമയത്ത് തന്നെ നമ്മുടെ കാലെടുത്ത് വെക്കണം. ചൂട് വേണം വെള്ളത്തിന് കേട്ടോ. ഇളക്കി അത് തണുപ്പിച്ച് കളയരുത്. ഓക്കെ, ഇനി എന്തെങ്കിലും മിക്സ് ആവാണ്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കാല് വെച്ചിട്ട് പതിയെ ഒന്ന് വെള്ളം അനക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് ബാക്കി മിക്സ് ആയിക്കോളും. ഇങ്ങനെ നമ്മളൊരു 15 മിനിറ്റ് എങ്കിലും ആ വെള്ളത്തിൽ കാല് വെച്ചുകൊണ്ടിരിക്കാം. അതായത് വെള്ളം ഒന്ന് നന്നായിട്ട് തണുത്ത് തുടങ്ങുന്ന ആ ഒരു സമയം വരെ നമ്മുടെ കാലിങ്ങനെ വെള്ളത്തിൽ വെച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു 15 മിനിറ്റ് ഞാൻ വെച്ചതിന് ശേഷം ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് 2 കാലിലും കുറച്ച് ഷാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇങ്ങനെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചേക്കുന്ന ബ്രഷാണ്. അതായത് കൈ ക്ലീൻ ആക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കാലിങ്ങനെ ക്ലീൻ ആക്കാനൊക്കെ വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചേക്കുന്ന ബ്രഷാണ് കേട്ടോ. ആ ബ്രഷ് എടുത്തിട്ട് നമ്മുടെ കാല് ചുറ്റും നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട്, ഒന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പെഡിക്യൂർ സെറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് അല്ലെങ്കിൽ എക്സ്ട്രാ ഇങ്ങനെ നമ്മൾ ബ്രഷിന് പകരമായിട്ടുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി കേട്ടോ. പക്ഷേ ഞാനിത് വെച്ച് എൻ്റെ കയ്യിൽ അങ്ങനെയൊന്നും ഇല്ല, പെഡിക്യൂർ സെറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നെയിൽസ് നന്നായിട്ട് കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ആക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ നഖം വളർന്നിട്ടുള്ളതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഒരു സ്ലൈഡ് എടുക്കും, നമ്മുടെ ടിക് ടാക് സ്ലൈഡ്, സാധാരണ ഒരു സ്ലൈഡ് എടുത്തിട്ട് നമ്മുടെ നഖം ഇപ്പം നമ്മൾ വെട്ടി നന്നായിട്ട് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് ക്യൂട്ടിക്കിൾ ഉണ്ടാവും കേട്ടോ, കുറച്ച് എക്സ്ട്രാ തൊലി ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് അത് വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ടിക് ടാക് സ്ലൈഡ് വെച്ചിട്ട് അതൊന്ന് കളയാറുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഒരു നമ്മുടെ പ്യൂമിക് സ്റ്റോണോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ കല്ലിൽ ഉരയ്ക്കുന്നവരാണെങ്കിലും അങ്ങനെയാണെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് കാല് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാല് ഉണങ്ങുന്നതിനനുസരിച്ചിട്ട് അത് പിന്നെയും ടൈറ്റ് ആവും. ഇപ്പോൾ ലൂസായിട്ടിരിക്കുന്ന ആ ഒരു തഴമ്പും ആ ഒരു ഡെഡ് സ്കിൻ സെൽസൊക്കെ ഭയങ്കരമായിട്ട് ടൈറ്റ് ആവും. അപ്പോൾ ഒരു കുതിർന്നിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ വെള്ളത്തിൽ ഞാൻ കാല് മുക്കി വെച്ചേക്കണം കേട്ടോ. പ്യൂമിക് സ്റ്റോൺ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് കാല് വാഷ് ചെയ്യാം കേട്ടോ. പിന്നെ ആ വെള്ളം നമ്മൾക്ക് കളഞ്ഞേക്കാം, ഇതിന് നമ്മൾക്ക് ഇനി ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ കാല് വാഷ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെറിയൊരു ബ്രൈറ്റ്നെസ് തോന്നും, പക്ഷേ അടുത്ത സ്റ്റെപ്പുകൾ ചെയ്തില്ലെങ്കിൽ അത് പെട്ടെന്ന് ഫെയ്ഡ് ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പഞ്ചസാരയും നാരങ്ങ നീരും കൂടി കൂട്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ക്രബ് ആക്കി എടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഓർഗാനിക് നേത്രേൻ്റെ ഒരു സ്ക്രബിങ് ഗ്രിറ്റ്സ്, നമുക്കൊരു ഗ്രിറ്റ്സ് ആയിട്ട് കിട്ടുന്ന കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ആ കുപ്പിയിൽ ഒരു കുറേ ഇങ്ങനെ ഫില്ലാക്കി വെച്ചിരിക്കുന്നുണ്ട്. നമ്മൾ എത്ര യൂസ് ചെയ്താലും തീരാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 4-5 വട്ടമെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ആ സംഭവം തീരാത്ത പോലെ ഭയങ്കര ടൈറ്റായിട്ട് ഫില്ല് ചെയ്ത് വെച്ചേക്കണ പോലെ. ഇതിൻ്റെ കളർ ഉണ്ടോ, നമ്മുടെ കോഫിയും വാൾനട്ടില്ലേ, വാൾനട്ടിൻ്റെ ഷെല്ലിൻ്റെ പൗഡർ, അങ്ങനെ അതിൻ്റെ ഗ്രിറ്റ്സും ആണ് ഇതിനകത്ത് ഉള്ളത് കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇൻഗ്രീഡിയൻസ് വിറ്റമിൻ ഇ, കോക്കനട്ട് ഓയിൽ, ആൽമണ്ട് ഓയിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഫേസിലും യൂസ് ചെയ്യാം. പിന്നെ ഫേസ് വാഷിലൊക്കെ നമ്മൾ ഇട്ടിട്ട് സ്ക്രബായിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾക്കാണ് എടുക്കണം കേട്ടോ. നല്ല സ്ക്രബാണ്. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ബോഡി ലോഷൻ, എന്തെങ്കിലും ബോഡി ലോഷൻ. ഇതിന് പകരമായിട്ട് നമുക്ക് വാസ്ലിനോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഒരു ബോഡി ലോഷൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസാണ് കേട്ടോ. ഇത് ഇപ്പോൾ ഇത്ര മതി. നമ്മൾക്ക് വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക, അത് ഓപ്ഷണലാണ്. ആ സമയത്ത് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ 1/2 ലെമണിൻ്റെ ജ്യൂസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ശരിക്കുണ്ടല്ലോ നമ്മുടെ എവർ യൂത്തിൻ്റെയൊക്കെ
സ്ക്രബില്ലേ അതുപോലെ ഇരിക്കും കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ലോഷനും ചേർത്തിട്ടുണ്ട് ഗ്രിറ്റ്സും ചേർത്തിട്ടുണ്ടല്ലോ, ശരിക്കും ആ ഒരു ഫീലായിരിക്കും നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കേട്ടോ. നല്ലൊരു സ്മൂത്ത് ആയിരിക്കും, നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആക്കും, നന്നായിട്ട് സ്മൂത്ത് ആക്കും, നമ്മുടെ ടാനൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ആ ഗ്രിറ്റ്സിലെ ഇൻഗ്രീഡിയൻസും അങ്ങനത്തെയാണ്, നല്ല ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ക്രബ് നമ്മൾക്ക് കാലിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ സമയത്തുണ്ടല്ലോ ഞാൻ വേറെ ലൈറ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാനൊരു ഡോറിൻ്റെ അരികിൽ പോയി ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് പുറത്തുനിന്ന് അടിക്കുന്ന വെട്ടത്തിൻ്റെ ഒരു ലൈറ്റിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. കളറൊക്കെ വേറെ വേറെ ആയിട്ട് തോന്നുന്നുണ്ടാവും. ഞാൻ വേറെ ലൈറ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ സ്ക്രബ് ഞാൻ കാലിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ സർക്കുലർ മോഷനിൽ നമ്മൾ സാധാരണ സ്ക്രബ് യൂസ് ചെയ്യില്ലേ, ആ ഒരു രീതിയിൽ തന്നെ സ്ക്രബ് ചെയ്യുക. പിന്നെ നമ്മുടെ കാലിൻ്റെ ആ ഒരു എന്താ പറയുക, ഇത്തിരി തടിപ്പുള്ള തൊലിയുള്ള ഭാഗങ്ങളില്ലേ, ഇപ്പോൾ ഈ ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ അധികം അങ്ങ് സ്ക്രബ് നോർമലി ചെയ്യാത്ത സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പതിയെ നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. ഭയങ്കരമായിട്ട് അങ്ങ് ഉരച്ച് സ്ക്രബ് ചെയ്യരുത്, നമുക്ക് സോഫ്റ്റ് ആയിട്ട് തന്നെ സ്ക്രബ് ചെയ്യാം കേട്ടോ. വേദന എടുക്കാത്ത രീതിയിൽ സ്ക്രബ് ചെയ്യാം. അങ്ങനെ ഒരു 2-3 മിനിറ്റെങ്കിലും ഒരു കാലിൽ പതിയെ ഒന്ന് സർക്കുലർ മോഷനിൽ സ്ക്രബ് ചെയ്തേക്കാം. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ സ്ക്രബ് ചെയ്ത് നമ്മുടെ നഖത്തിന്റെ മേലെ കൊണ്ടേ സ്ക്രബ് ചെയ്യാതിരിക്കുക. കാരണം നമ്മളിപ്പോൾ നഖം വെട്ടി നല്ല ക്ലീൻ ആക്കി ക്യൂട്ടിക്കിളൊക്കെ ക്ലീൻ ചെയ്തിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇനി നമ്മൾ അതിന്റെ മേലെ കൊണ്ടേ അമർത്തി ഇങ്ങനെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നഖത്തിന്റെ ഇടയിലേക്ക് കയറും, പിന്നെ കളയാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക. സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കാല് കഴുകാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾക്കൊരു സിമ്പിൾ പാക്ക് ഉണ്ടാക്കണം, ലാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുന്നുണ്ട്. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് നമ്മുടെ കടലപ്പൊടിയോ ചെറുപയർ പൊടിയോ അങ്ങനെയുള്ള പൊടികളാണെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നമ്മുടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി അടുത്തതായിട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആൽമണ്ട് ഓയിൽ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യും. ഞാൻ സാധാരണ നമ്മുടെ പാരഷൂട്ടിൻ്റെ എണ്ണ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇനി നമ്മൾക്ക് എന്താ പറയുക, ഞാൻ മുന്നേ പറഞ്ഞില്ലേ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിൽ നാരങ്ങ യൂസ് ചെയ്യാം. നമ്മുടെ കാല് നന്നായിട്ടൊന്ന് ലൈറ്റനാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നാരങ്ങാ നീര്. ഓക്കെ, അത്രയും കൂടെ നാരങ്ങാ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇതൊരിക്കലും ഒരു നല്ല പേസ്റ്റി കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം, സാധാരണ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ അതുപോലെ സാധാരണ വെള്ളം മതി കേട്ടോ. സാധാരണ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾക്കിപ്പോൾ കുറച്ച് ലൂസായി, ഞാൻ മുന്നേ എടുത്തപ്പോൾ കുറച്ച് ലൂസായി പോയി, ഞാൻ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഈ ഒരു ക്രീമി നല്ലൊരു പേസ്റ്റി കൺസിസ്റ്റൻസിയിൽ നമ്മൾക്ക് ഈ ഒരു പാക്ക് കിട്ടണം. ഇങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ പാക്ക് എടുത്തിട്ടുണ്ട്. സോ ഞാനിതിൻ്റെ കാലിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ. പാക്ക് ഇടുമ്പോൾ നമ്മൾ മുന്നേ സ്ക്രബ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ നഖത്തിൻ്റെ ഇടയിലേക്ക് കയറി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ കുറച്ചൊന്ന് തിക്നെസ്സിൽ, കുറച്ച് കട്ടിയിൽ പാക്ക് ഇടാൻ പറ്റുന്നതാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്നാമത്തെ കാര്യം, ഉണങ്ങി അങ്ങ് വലിഞ്ഞ് വരണ്ട് പോവില്ല, നമ്മൾ എണ്ണ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് തിക്നെസ്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്കിന്നിന് കുറച്ചും കൂടി ഒരു നറിഷ്മെൻ്റ് ആയിരിക്കും, ഒരു സ്മൂത്ത്നെസ്സും നല്ലൊരു ഗ്ലോയിങ് ഒക്കെ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ് തിക്കായിട്ട് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ ഞാനിപ്പോൾ എൻ്റെ 2 കാലിലും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റോളൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഞാൻ ചുമ്മാ വാഷ് ചെയ്താണ് കളഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പതിയെ ഒന്ന് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം. ഞാനിപ്പോൾ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് വാഷ് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ ചുമ്മാ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കാലിൻ്റെ ആ ഒരു ഗ്ലോയും ആ ഒരു സ്മൂത്ത്നെസ്സും നമ്മൾക്ക് ഫീൽ ചെയ്യും. തൊട്ട് കഴിഞ്ഞാലും നമ്മുടെ കാല് നല്ല സ്മൂത്ത് ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും, ടാൻ പോയിട്ടുണ്ടാകും, കാലിൻ്റെ ഒരു ഷെയ്ഡ് 1-2 ഷെയ്ഡ് വരെ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും കേട്ടോ. സോ ഇത്രയാണ് നമ്മുടെ ടിപ്പ്, നമ്മുടെ ഇന്നത്തെ പെഡിക്യൂർ വീഡിയോ ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ നെയിൽ പോളിഷ് ഇടണമെങ്കിൽ നെയിൽ പോളിഷ് ഇടാം കേട്ടോ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.